ഒരാളെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ ഈ കുട്ടി പുരുഷോദ്ദേശിയാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? സൂപ്രണ്ട് പറയുന്നത് നേരാ. ഇവിടെ പറ്റിക്കൂടി നിൽക്കാൻ കള്ളം പറയുന്നതല്ലെന്ന് ആരും. ஐயோ அப்படியெல்லாம் சொல்லக்கூடாதுமா. இந்த வீட்டு அட்ரஸ் கேட்டுதான் இந்த பொண்ணு எங்க வீட்டுக்கு வந்தது. புருஷ வித்வேஷிகள் தாமசிക്കുന്ന வீடு ஏது அப்படின்னா கேட்டது இல்லம்மா. ഭാഗ്യരേഖയ്ക്ക് ആണുങ്ങളോട് വിദ്വേഷം തോന്നുക എന്നാ കാരണം? എനിക്കങ്ങനെ അവരോട് വിദ്വേഷമൊന്നുമില്ലല്ലോ. കുറച്ചു മുമ്പേ കുട്ടിയല്ലേ വിദ്വേഷം ഉണ്ടെന്ന് പറഞ്ഞത്? അതെ, ഈ വിദ്വേഷം എന്ന് പറയുന്നത് മനസ്സിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ലളിത വികാരമല്ലേ? പുരുഷവർഗത്തോട് എനിക്ക് അറപ്പാണ്, വെറുപ്പാണ്, തീർത്താൽ തീരാത്ത പകയാണ്. നേരിൽ കണ്ടാൽ കടിച്ചു കീറി രക്തം കുടിക്കാനുള്ള ദാഹമാണ്. അപ്പോൾ ഞാൻ ഭാഗ്യരേഖയല്ല, കള്ളിയങ്കാട്ട് നീലിയാണ്. പക്ഷേ അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും എന്റെ കയ്യിലില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോളൂ. അല്ലെങ്കിൽ പുരുഷ സ്പർശമേൽക്കാത്ത ഏതെങ്കിലും ഒരു കോണിലേക്ക് ഞാൻ പൊയ്ക്കോളാം. പോട്ടെ. വരേ മാമി. സുജാതെ, നീ എന്താ ഇവിടെ? നീ ഇവിടെയാണോ താമസിക്കുന്നേ? പിന്നല്ലാതെ. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഞാനും സുജാതയും പ്രീ ഡിഗ്രി വരെ ഒരേ ക്ലാസ്സിലായിരുന്നു. സുജാതയോ? ഭാഗ്യരേഖന്നല്ലേ കുട്ടി പറഞ്ഞത്? അതെ അതെ, ഭാഗ്യരേഖ എന്നാണ് എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര്. എനിക്കതാ ഇഷ്ടം. ഈ പുരുഷവിദ്വേഷികളുടെ ഇടയിൽ നീ എങ്ങനെ വന്നു പെട്ടു? കളിയാക്കണ്ട. നീയും ഞങ്ങളുടെ ഗണത്തിൽ പെട്ടതാണെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടാ ഒരാഴ്ചയെങ്കിലും തങ്ങിക്കൊള്ളാൻ ചിന്താമണി ചേച്ചി സമ്മതിച്ചു തന്നെ. സത്യം പറയാലോ, വിശ്വനാഥ് സാർ വീട് മാറിയെന്നറിഞ്ഞപ്പോ എനിക്ക് ആകെപ്പാടെ ടെൻഷനായി. ആ പൂക്കാരി ധൈര്യം തന്നിട്ട് ഇങ്ങോട്ട് കയറിയതെങ്കിലും നിന്നെ കണ്ടപ്പോഴാ എനിക്ക് ശ്വാസം നേരെ വീണത്. കോളേജിൽ നിന്ന് പിരിഞ്ഞ പിന്നെ നീ എവിടെയായിരുന്നു? ഇടയ്ക്ക് ഞാൻ ആരോടൊക്കെ അന്വേഷിച്ചു. അവർക്ക് ആർക്കും നിന്നെ പറ്റി ഒരു വിവരമില്ലായിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് പഠിക്കാൻ എറണാകുളത്ത് പോയി. അതാ നാട്ടിൽ ആരുമായി ബന്ധമില്ലാതായത്. ഇടയ്ക്ക് ഒന്ന് രണ്ടിടത്ത് ചെറിയ ചെറിയ ജോലികൾ നോക്കി. ഒന്നും പെർമനന്റ് ആയില്ല. കഴിഞ്ഞ വർഷം അച്ഛൻ മരിച്ചതോടുകൂടി സ്ഥിരമായിട്ടൊരു ജോലി ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ വയ്യെന്നായി. അച്ഛൻ മരിച്ചതിൽ പിന്നെ നീ ആരുടെ കൂടെയായിരുന്നു താമസം? കൊച്ചച്ഛന്റെ കൂടെ. 3 നേരം ആഹാരത്തിന് മുട്ടില്ലെങ്കിലും ഞാനൊരു കുരിശായി തീരുമോന്ന് കുഞ്ഞമ്മയ്ക്ക് സംശയം. അത് കൊച്ചച്ഛന് നേരെയുള്ള കുത്തുവാക്കുകളായി തുടങ്ങിയപ്പോ ഞാൻ അവിടെ വിടാൻ തീരുമാനിച്ചു. വിശ്വനാഥ് സാറുമായിട്ട് എന്റെ അച്ഛന് വലിയ അടുപ്പമായിരുന്നു. സാറിന് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഇങ്ങോട്ട് വണ്ടി കയറിയത്. സാറിപ്പോ എവിടെയാണെന്ന് അറിയാൻ വയ്യാത്ത സ്ഥിതിക്ക് നീ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഒരു ജോലി കിട്ടുന്നവരെ ഇവിടെ താമസിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തുതരാം. വിദ്യാസമ്പന്നയും തൊഴിലരഹിതയും സർവോപരി സുന്ദരിയുമായ ഒരു യുവതിക്ക് ജോലി തരപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ സ്ത്രീ വിമോചനം എന്നൊക്കെ പറഞ്ഞു കിടന്നിട്ട് എന്താ കാര്യം? എന്ന് പറഞ്ഞ എവിടെങ്കിലും ഒഴിവുണ്ടെങ്കിൽ തന്നെ അവിടെല്ലാം നിയമനം നടത്തുന്ന പുരുഷ മേധാവികളല്ലേ? അല്ല, വനിതാ വേദിയിലെ മെമ്പേഴ്സ് ആരെങ്കിലും വിചാരിച്ച ഭാഗ്യത്തിന് ബ്യൂട്ടി പാർലറിലെ പണി വല്ലതും അറിയാം? അറിയാം. കൊച്ചച്ഛന്റെ മോള് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സായതാ. അവള് ചെയ്യുന്നത് ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട്. അപ്പടിയാന ഷീസ്വള്ളി മാലതി മേനോന് സഹായത്തിന് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ തൽക്കാലം ഭാഗ്യത്തിന് അവിടെ കൂടാം. കണ്ണി വീണം തോന്നുന്നു. ജോലി അറിയാത്ത ഇവിടെ എല്ലാത്തിനും മാലതി പിടിച്ചു നിർത്തിയത്. കുട്ടിക്ക് വർക്കറിയാവുന്നാണല്ലോ ചിന്താമണി പറഞ്ഞത്. മേഡം എനിക്കറിയായിരുന്നു മേഡം. പക്ഷെ 4-5 മാസമായതുകൊണ്ട് ടച്ച് വിട്ടുപോയി. മാത്രമല്ല ഇതുപോലെ ഫേസേ. എന്റെ ഫേസ് എന്നാ കുഴപ്പം? ഈ ഫേസിന് കുഴപ്പമൊന്നുമില്ല. ഫേസ് ഒക്കെ നല്ല ഫേസാ. പക്ഷെ എനിക്കെന്തൊരു അബദ്ധം പറ്റിയതാ മേഡം. മേലെ ഇത് ആവർത്തിക്കരുത്. അറിയാവുന്നവർക്ക് ചെയ്താൽ മതി. ശരി മേഡം. ഹായ് വസുന്ധര.
ഓ വാട്ട് എ സർപ്രൈസ്. എന്താ ഇവിടെ? ഓ മോക്ക് ടോയ്സ് വാങ്ങാൻ വന്നായിരിക്കും. ഏതായി കുട്ടി? ഹായ് സ്വീറ്റി. ഞാനിവിടെ എന്റെ ഒരു ഫ്രണ്ടിന്റെ മകൾക്ക് ഒരു ബർത്ത്ഡേ പ്രസന്റ് വാങ്ങാൻ വന്നതാ. എക്സ്ക്യൂസ് മീ, എന്നാ അടുത്ത സ്റ്റേജ് പെർഫോമൻസ്? അറിയില്ല. വസുന്ധരയുടെ ഒരു പ്രോഗ്രാം മിസ്സാകുക എന്ന് പറഞ്ഞാൽ ഐ ജസ്റ്റ് കാൻറ്റ് ഇമാജിൻ ഇറ്റ്. സോറി, ഞങ്ങൾക്ക് പോകാൻ അല്പം തിരക്കുണ്ട്. ഷുവർ പ്ലീസ്. ദെൻ നമ്മൾ അടുത്ത പ്രോഗ്രാം മീറ്റ് ചെയ്യുന്നു. ഓക്കെ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ എന്റെ പുറകെ നടക്കുന്നത്? നടന്നുകൊണ്ട് സംസാരിക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഒരു 5 മിനിറ്റ് നിന്നിരുന്നെങ്കിൽ സംഗതികൾ ഭംഗിയായിട്ട് എനിക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ. എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ ഭാഗ്യരേഖ വിചാരിക്കുന്നത് ഞാൻ അത്ര തല്ലിപ്പൊളിയൊന്നുമല്ല. അച്ഛന്റെ സ്വഭാവം സ്വല്പം ചീപ്പാ. പക്ഷേ എനിക്ക് എന്റെ അമ്മയുടെ സ്വഭാവം കിട്ടിയിരിക്കുന്നു. സിനിമ കാണുന്ന ശീലം ഉണ്ടായിരുന്നെങ്കിൽ ഭാഗ്യരേഖിന്റെ ശരിക്കും മനസ്സിലായി. എന്താ നിങ്ങളെ പറ്റി സിനിമയിൽ പരസ്യം വല്ലതും കാണിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, പരസ്യ ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സൗന്ദര്യലഹരി സോപ്പാണോ ഉപയോഗിക്കുന്നത്? ആണെങ്കിൽ സൗന്ദര്യലഹരി സോപ്പിന് വേണ്ടി വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൽ ദേഹം മുഴുവൻ സോപ്പ് പതയമായിരിക്കുന്നത് ഞാനാ. പത കൂടിപ്പോയത് കാരണം മുഖം കണ്ടില്ലെന്നേ ഉള്ളൂ. എന്തൊരു കുരിശായത്! ഒരുമാതിരി വേഷം കിട്ടി എന്റെ അടുത്ത് എടുക്കരുത്. ആ വേഷത്തെ പറ്റി പറയുകയാണെങ്കിൽ 3-4 സിനിമകളിലും ഞാൻ സാമാന്യം ഭേദപ്പെട്ട വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഈശ്വര, ഇത് എന്തൊരു ജന്മം! അതെ, എനിക്ക് അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് നായക വേഷം കിട്ടാത്തതെന്ന് പറഞ്ഞ് ആ വിഷ്ണു നാരായണ സംഘവും എന്നെ എപ്പോഴും ഇട്ട് വാരും. എന്നാൽ ആ അഭിപ്രായം മാറ്റിയെടുത്തിട്ട് തന്നെ കാര്യമെന്ന് ഞാനും തീരുമാനിച്ചു. ആ നേരത്താ ഒരു ഭാഗ്യം പോലെ ഭാഗ്യരേഖ കടന്നു വന്നത്. ആ സീനിൽ ഞാൻ അസലായിട്ട് അഭിനയിക്കുകയും ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം, ഇല്ലേ? പക്ഷെ ഇത്ര പെട്ടെന്ന് ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് പോലെ അച്ഛൻ വില്ലനായി കടന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരുപാട് അനാവശ്യങ്ങൾ പറയുകയും ചെയ്തു. എന്റെ അച്ഛനായതുകൊണ്ട് പറയില്ല, ആള് മഹാ തറയാ. ആഹാ, നല്ല റിയാക്ഷൻ, ആശ്വാസമായി. ഈ തിരുമോന്തെ നനങ്ങി കിട്ടിയല്ലോ. ഇനി ക്ഷമിച്ചു എന്നൊരു വാക്കുകൂടി പറഞ്ഞാൽ എനിക്കൊന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങാമായിരുന്നു. അയ്യോ പാവം, അങ്ങനെ കേട്ടാലേ ഉറങ്ങുന്നുണ്ടെങ്കിലേ ഇയാൾ ഒരു കാലത്ത് ഉറങ്ങാൻ പോകുന്നില്ല. തന്തയും മോനും കൂടെ ഇൻസൾട്ട് ചെയ്തിട്ട് മാപ്പ് ചോദിക്കാൻ ഇറങ്ങിയിരിക്കുക. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്റെ പുറകെ ഇങ്ങനെ നടന്നാലേ ഞാൻ എങ്ങനെയാ പ്രതികരിക്കാന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. അതെ, ക്ഷമിച്ചു എന്നൊരു വാക്ക് എന്നോട് പറയുന്നവരെ ഇനിയും കഥ തുടരും. എന്ന് പൊന്നപ്പൻ, നാണം കെട്ടവൻ. അവന്റെ ഒരു കത്ത്. ഇവൻ എന്റെ കൂടെ വന്ന് ജനിച്ചല്ലോ. പൊന്നമ്മേ, ഈ ഡ്രസ് എനിക്ക് എങ്ങനെയുണ്ട്? ആ, വലിയ കുഴപ്പം. അയ്യോ, ഇതെന്റെ ഡ്രസ്സല്ലേ? അതെ, അതുകൊണ്ടല്ലേ പൊന്നമ്മയുടെ അഭിപ്രായം ചോദിച്ചേ. ആരോട് ചോദിച്ചോണ്ടാ എടുത്തിട്ടേ? അതിപ്പോ അങ്ങനെ ചോദിച്ചാ എന്റെ ഡ്രസ് നനച്ചിട്ട് ഉണങ്ങിയില്ല. ഇതിട്ട് നോക്കിയപ്പോ എനിക്ക് പാകമായിരുന്നു. നാളെ അങ്ങ് നനച്ചു തന്നേക്കാം. അയ്യടി മനമേ, നനച്ചെന്നാ ഇട്ടതിന്റെ ഡാമേജ് തീരൂ. ഡാമേജോ? ആ, പിന്നെന്തോ വേണം? പുതിയത് മേടിച്ചേരണോ? വല്ലവരുടെയും തുണി എടുത്തിട്ടേ സാമർത്ഥ്യം പറയുന്നു. ഒരു ചണ്ട. എന്റെ പൊന്നി ചേച്ചി, അബദ്ധത്തിന് ഞാൻ ഈ ഉടുപ്പൊന്നെടുത്ത് ഇട്ടുപോയി. കണ്ണി ചോരയില്ലാത്ത എനാണെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ കണ്ണിൽ ആവശ്യത്തിന് ചോരയൊക്കെ ഉണ്ട്. ദാ നോക്ക്. എന്നെ പൊന്നമ്മ, ഇത് ഇത്ര നിസ്സാര കാര്യത്തിന് ഇങ്ങനെ ചണ്ട പോട്ടാലോ? നമ്മളിവിടെ ഒരുമിച്ച് കഴിയുന്നവരല്ലേ? വല്ല തുണിയോ തോർത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്തെന്നിരിക്കും. അങ്ങനെ എന്റെ സ്ഥാനത്ത് തൊട്ടുള്ള കളി വേണ്ട. പുരുഷ വിദ്വേഷത്തിന് മാത്രം മതി യൂണിയൻ. മര്യാദക്ക് എന്റെ ഡ്രസ് അഴിച്ചു തരാൻ പറ. എന്ത്? ഇതൊന്നുമല്ല, പൊന്നപ്പന്റെ കത്ത് വന്നതിലുള്ള അരിശോ പൊന്നമ്മയ്ക്ക്. അതെ, അവന്റെ കത്ത് വന്നോണ്ട് തന്നെ ഞാൻ തിളച്ചിരിക്കുന്നത്. അയ്യോ, അല്ല, പൊന്നമ്മ, പക്ഷെ ഞാൻ അത് ഇതും കൂടെ വിചാരിച്ചു. മിക്സ് ചെയ്യണ്ട. ഇങ്ങനെ അഴിച്ചു തന്നേരം മോളെ. ഇതൊന്നും ഉണങ്ങി ഉണങ്ങണ്ട. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തരൂ തരൂ. ഏത് മനസ്സോ? ആ, നിനക്ക് മനസ്സുണ്ടോ? ഞാൻ നോക്കട്ടെ. പൊന്നമ്മ, എന്നെ ഇവിടെ പോകും. കത്തിൽ എന്നെ വിശേഷം? പോസ്റ്റിന് അവിടെ വല്ല കല്യാണാലോചന ഒപ്പിച്ചു കാണും. അയ്യോ, എന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കാഞ്ഞിട്ട് അവനങ്ങ് അവിടെ തിളച്ച് നിൽക്കുകയല്ലേ. അവന്റെ കാര്യസാധ്യത്തിന് വേണ്ടി അല്ലാതെ എപ്പോഴെങ്കിലും എനിക്ക് എഴുതിയിട്ടുണ്ടോ? അവന് പാന്റ് വേണം, ഷർട്ട് വേണം, കാശ് വേണം, കോപ്പ് വേണം. അത് പൊന്നമ്മ കൊടുക്കാനിരുന്നിട്ടല്ലേ? അയ്യോടാ, ഞാനിപ്പോ കൊടുക്കാം. സൈക്കിൾ വാങ്ങിക്കാൻ 1000 രൂപ വേണമെന്നുള്ളതാണ് പുതിയ ഡിമാൻഡ്. അത് ചൂടോടെ കൊണ്ടുപോകാൻ നാളെ ഇങ്ങോട്ട് കെട്ടി എടുക്കുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, ഈശ്വരി മഠം എവിടെയാണ്? ഇതാ അവിടെയാണ്. താങ്ക് യു. ഹലോ, യു. ആ, എങ്ങോട്ടാ എങ്ങോട്ടാ? അവിടെ തന്നെ നിന്നാ മതി. ആ, ഇങ്ങോട്ട് തന്നെ. ഞാനൊരു കത്തയച്ച കിട്ടിയില്ലേ? കത്തി കിട്ടിയില്ലേ? കുത്തു കിട്ടി. ബോധം കെട്ടവനാണെന്ന് പണ്ടേ അറിയാം. ഇപ്പൊ നിനക്ക് കണ്ണും കാണാൻ വയ്യേ. വാതുക്കലൊരു ബോർഡ് വെച്ചിരുന്ന വായിച്ചില്ലേ, ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ലാന്ന്? അതിന് ഞാൻ ഗേൾ ഫ്രണ്ടിനെ ഒന്നും കാണാൻ വന്നതല്ലേ, എന്റെ പെങ്ങളെ കാണാൻ വന്നതല്ലേ. അയ്യോടാ, ഞാൻ എപ്പോഴാണ് അതിന്റെ പെങ്ങളായത്? എനിക്ക് കാശിന്റെ വരുമാനം ഉണ്ടായപ്പോ അല്ലേ? പഴയതൊന്നും ഞാൻ മറന്നിട്ടില്ല.
എടാ ദൈവം ഉണ്ടെന്ന് പറയുന്നത് ഉള്ളതാ. പെണ്ണായ എന്നെ തഴഞ്ഞിട്ടേ ആണായ നിന്നെ തലയിലും തറയിലും വെക്കാതെ വളർത്തിയിട്ടേ ആ തന്തയ്ക്കും തള്ളയ്ക്കും കാശിന്റെ പ്രയോജനം ഉണ്ടോടാ നിന്നെ കൊണ്ട്? മതി മതി മതി, ആരെങ്കിലും കേട്ടാ നിനക്ക് അതിന്റെ നാണക്കേട്. അയ്യോടാ പെങ്ങടെ മാനം കാക്കാൻ നടക്കുന്ന ഒരാങ്ങള. എനിക്കും വിറച്ചു വരുന്നു ഇതുകൊണ്ടൊരു വീക്കം കാണാമല്ലോ. ഇന്നലെ നീട്ടിപ്പിടിച്ച് എഴുതിയില്ലേ പൊന്നപ്പൻ? എന്റെ കൂടെ വലിഞ്ഞു കയറി വന്ന ഇരട്ടയിൽ ഒന്നായിട്ട് ജനിച്ച സാമദ്രോഹി. ഓ, എനിക്ക് കിട്ടേണ്ട സ്നേഹം കൂടെ തട്ടിയെടുത്ത അലവലാതി വന്നിരിക്കുന്ന ഞാൻ എന്തോ തട്ടിപ്പറിച്ചെന്നാ നീ പറയുന്നത്? നിനക്ക് ഓർമ്മ കാണത്തില്ലടാ, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. കേട്ടോ സൂപ്രണ്ടേ, കൊച്ചിലെ എനിക്കായിട്ടൊരു കളിപ്പാട്ടം പോലും ആരും വാങ്ങിച്ചു തന്നില്ല. ഇവൻ കളിച്ച് കേടാക്കിയത് വെച്ചാണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇവൻ എഴുതി തീർന്ന കുറ്റി പെൻസിൽ വെച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതും. ആണായിപ്പോയ ഒരൊറ്റ കാരണം കൊണ്ട് വീട്ടിലെല്ലാത്തിനും ഇവനായിരുന്നു മുൻഗണന. അന്ന് ഞാൻ വെറുത്തതാണ് ഈ വർഗത്തെ, ഈ നാറിയ പുരുഷവർഗത്തെ. പോട്ടെ പോസ്റ്റേ, പറഞ്ഞു വിട്. എനിക്ക് സൈക്കിൾ വാങ്ങിക്കാൻ ഒരു 1000 രൂപ തരാൻ. സൈക്കിളല്ല വിമാനം വാങ്ങിച്ചു തരാൻ ഞാൻ. നിങ്ങളാ ഇവളെ ഇങ്ങനെ ആക്കിയത്. എന്തോടാ നീ പറഞ്ഞത്? ഞങ്ങൾ അമ്മയോട് പോയി പറഞ്ഞേരെ പെങ്ങള് ശരിക്കും സൽക്കരിച്ച് വിട്ടിട്ടുണ്ടെന്ന്. മേലാലി പടിയേറി പോവരുത്. മൂപ്പിക്കാതെ പോടാ.